ഗൈസ്, ഇന്ന് നമുക്ക് ഒരു കോട്ട് കട്ട് ചെയ്യാം. 42 ഇറക്കാണ് വേണ്ടത്, 42 ഇഞ്ച്. അങ്ങനെ 4 പീസ് തുണി മടക്കിയിട്ട് കണ്ട 4 പീസ് രണ്ടായി മടക്കിയപ്പോൾ 4 പീസായി. ഇനി ചുരിദാറിന് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ എല്ലാം മാർക്ക് ചെയ്യാം. ഏലം കുർത്തിക്ക് മാർക്ക് ചെയ്യുന്ന പോലെ കേട്ടോ. കഴുത്തകലം കഴുത്തിറക്കൊക്കെ എടുക്കുക. കഴുത്തിറക്കം ഒരു 1.5 ഇഞ്ച് മാത്രം എടുക്കണുള്ളൂ. ഇനി ഷോൾഡർ 4 അപ്പോൾ 7 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ വരുന്നത്. കൈക്കുഴി 7.5 ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ടു. ഇനി നമുക്ക് കർവ് വരയ്ക്കേണ്ട കയറിൽ കഴുത്തിന് 1.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് കുഴിച്ചും വരച്ചു. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. 12.5 ഇഞ്ചാണ് ചെസ്റ്റ്. ഒരു 14 ഇഞ്ച് താഴെ നമുക്ക് ഷേപ്പ്, അതായത് വേസ്റ്റ് അടയാളപ്പെടുത്താം. 11.5 ഇഞ്ച് കണ്ടോ, 11.5 ഇഞ്ച്. ഇനി ഷോൾഡറിൽ നിന്ന് തന്നെ സ്ലിറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. ഒരു 20 ഇഞ്ച് താഴെയാണ് സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നത്. അവിടെ 12.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് സ്ലിറ്റ് അടിവട്ടം നോക്കി ഒരു 18 ഇഞ്ച് അടിവട്ടത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത്. 18 ഇഞ്ച് അടിവട്ടം വരച്ച് അത് ചെറുതായി ഒന്ന് കർവ് വരച്ചു. നമുക്ക് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. നമുക്കൊരു പട്ട വയ്ക്കുക അല്ലെങ്കിൽ മടക്കി ഒക്കെ ചെയ്യാം. പട്ട വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരയ്ക്കുക. 1/2 ഇഞ്ച് ഇട്ട് നേരെ വരച്ചു. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ചുരിദാർ കട്ട് ചെയ്യുന്ന മാതിരി തന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി മുൻഭാഗത്തെ അതും കട്ട് ചെയ്ത് വെച്ചു.